ആകാശഭൂമി കധിപതിയായ അല്ലാഹുവിന്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അതു കേട്ടു ഞെട്ടിത്തെറിച്ചില്ല ഈമാൻ, അതു കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീൽ, ഇറയോന്റെ കൽപ്പനക്കില്ല ബദല്. പൊട്ടിച്ചിരിച്ചു പറയുന്നു മുത്ത്, വെട്ടിക്കറുപ്പിക്ക് ബാപ്പാ കഴുത്ത്. ഇരുപേരുമൊത്ത് നടക്കുന്നു മെല്ലെ, ഇറയോൻ വിധിയാലെ വലിക്കല്ല് കൊള്ളേ. ആകാശഭൂമി കധിപതിയായ അല്ലാഹുവിന്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. നിറചന്ദ്ര സൂര്യൻ നടുങ്ങുന്നു മേലെ, നിറനിന്ന താരസമൂഹങ്ങളാകെ. ഉടയോൻ വിധിക്കായി ഒരുങ്ങുന്നു പൈതൽ, ഉടവാള് വീശുകയാണിബ്രാഹിം. ആ നേരം കേട്ടു അശരീരിയൊച്ച, ആകാശം പൊട്ടി പിളർക്കുമലച്ച. മദിനീനിറുത്തൻ ഖലീലെ ജയിച്ചു, മരിക്കില്ല നിന്റെ മകൻ ഇസ്മായിൽ. ആകാശഭൂമി കധിപതിയായ അല്ലാഹുവിന്റെ കുദറത്തിനായ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമി കധിപതിയായ അല്ലാഹുവിന്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ഇതിന് എന്താ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഏകദേശം ഒരു രൂപം എന്റെ മനസ്സിലുണ്ട്. ആസിഫിന് എന്ത് തോന്നുന്നു? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി, എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഷെരീഫ് ജി? നന്നായിരുന്നു പാടി. ആസിഫ് എപ്പോഴും ആ പാട്ടിൽ ശരിക്ക് അനുപല്ലവിയിലൊക്കെ പാടുമ്പം ആസിഫ് ശരിക്കും ആ ഫീല് കറക്റ്റ്, ആ വാക്കുകൾക്ക് കറക്റ്റായിട്ടുള്ള ഫീല് തന്നെയാ കൊടുത്തേ. അവസാന നിമിഷം പിന്നെയും വന്നു സംഗതി. അപ്പൊ ഇത് ഓക്കെയാണ്, സംഗതി കറക്റ്റാണ് പാടിയത്, നന്നായിരുന്നു. പക്ഷെ പാട്ടിന്റെ ആ മീനിങ്ങിനെ ബാധിക്കും. നമ്മള് ആ ഒരു പാട്ടിന്റെ മീനിങ് ഉണ്ടല്ലോ, ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സീരിയസ് തന്നെ പാട്ടിലുണ്ടാവണം. സംഗതി വരുമ്പോ ചിലപ്പോ ആ ഫീൽഡ് പുറത്തു പോവാൻ സാധ്യതയുണ്ട്. ആസിഫ് പാടിയത് ഉഗ്രനായിട്ടുണ്ട്. ആ ഇടക്ക് എന്താണ് ആജ്ഞ എന്ന് പാടിയില്ലേ ലാസ്റ്റ്, അത് നന്നായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നല്ല അസലായിട്ട് പാടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു പിച്ചിങ്, ലാൻഡിങ് നോട്ട് ചെറിയൊരു പിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആസിഫ് നന്നായിരുന്നു പാടിയത്. ഓൾ ദി ബെസ്റ്റ്. ബാപ്പുക ആസിഫ്, മൂസക്കാന്റെ പാട്ട് എടുത്തു പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഞാൻ പലരെ കൊണ്ടും ആ പാട്ട് രണ്ടാമത് പാടിച്ചിരുന്നു, അതൊന്നും വിജയിച്ചിട്ടില്ല. പക്ഷേ ഷെരീഫിനെ കൊണ്ട് ഞാൻ ആ പാട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പാടിച്ചിരുന്നു, പല മൂസക്കാന്റെ പാട്ട് ലൈവായിട്ട്.
ഏതാണ്ട് മൂസക്കാനെ പോലെ അന്ന് പാടിയത് ഷെരീഫ് മാത്ര. അതിനൊരു കയ്യടിപ്പ് കൊടുക്കണം. ഈ ചരിത്രം ഉൾക്കൊണ്ട് നന്നായിട്ട് ആസിഫ് പാടി. ഓൾ ദ ബെസ്റ്റ്. ഗായത്രി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നന്നായി പാടി. ആകെ കുറച്ച് നേരത്തെ ഷെരീഫ് ജി പറഞ്ഞ മാതിരി ഹയർ ഒക്ടേവിൽ പോകുമ്പം സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പാടിയപ്പോൾ എനിക്ക് ഇതിലധികം സ്ട്രെയിൻ തോന്നിയിരുന്നു വോയിസിന്, കുറെ എയർ കലർന്നു. ഇന്ന് കമ്പാരിറ്റീവ്ലി ഒരു 95% വോയിസ് ക്ലീൻ ആയിരുന്നു. ചെറിയ ചെറിയ അതൊക്കെ ലൈവ് അല്ല കേട്ടോ, ആരും റെക്കോർഡ് മാതിരി ഒന്നും ലൈവ് പാടുമൊന്നുമില്ല. നമ്മളെ ആ ഒരു സ്പേസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വളരെ നന്നായി പാടി. പിന്നെ എസ്പെഷ്യലി വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ എന്ത് രസാ കേൾക്കാനായിട്ട്, നല്ല എടുത്തെടുത്ത്, എന്നാ അത് ഹാഷ് അല്ലാതാനും. എനിക്കത് ആ പ്രൊനൗൺസിയേഷനെ പ്രത്യേകം അഭിനന്ദിക്കണം. എസ്പെഷ്യലി ആ കളിയിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ആ പാലറ്റ് ടച്ച് ചെയ്തിട്ട് അങ്ങനെ പറയാൻ ഒന്ന് പറയാൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മദിനി നിറുത്തൻ ഖലീലേ. അത് ആ പാലറ്റ് ടച്ച് ചെയ്തിട്ട് അത് കറക്റ്റ് അറബിക് പ്രൊനൗൺസിയേഷൻ ആണ്. എക്സ്ട്രാ കൺഗ്രാചുലേഷൻസ്. അത് പറയാൻ എളുപ്പമല്ല, പാലറ്റ് അവിടെ ടങ് പാലറ്റിൽ കൃത്യം. ഓക്കെ, അപ്പോ ആസിഫിനുള്ള ഗ്രേഡ് എന്തായിരിക്കും ഗായത്രി? എനിക്ക് ശരിക്കും എക്സലന്റ് തരണം എന്നുണ്ട്, പക്ഷെ 1-2 സ്ഥലങ്ങളില് ചെറുതായി പോയതുകൊണ്ട് വെരി വെരി ഗുഡ്. ഷെരീഫ് ജി. ആസിഫെ, ഇത് മൂസക്ക പാടിയ പാട്ടാണ്. മൂസക്ക ഈ പ്രായത്തിലും എനിക്ക് തോന്നുന്നു 70 വയസ്സിനടുത്ത് ഉണ്ടാവും അല്ലെ, 70 മുകളിൽ വയസ്സുണ്ട്. ഇപ്പോഴും ഇതേ ശ്രുതിയില് നല്ല പിച്ച് ഔട്ട് അല്ലാതെ വൃത്തിയിൽ പാടുന്ന ഒരു പാട്ടുകാരൻ ചിലപ്പോൾ മൂസക്ക മാത്രമായിരിക്കും. ഒരു വോക്കലിന് വൈബ്രേറ്റ് പോലും ചെയ്യില്ല. അത്രയും നല്ല കോൺഫിഡന്റ് ഉള്ള ഒരു പാട്ടുകാരനാണ്. ഇപ്പോഴും വിളിച്ചാല് ഒരു പ്രശ്നവുമില്ല, അവിടെ നിന്ന് പാടും ഇതേ ശ്രുതിയില്. മിസ്രിലെ രാജ്യം എന്നുള്ള ഒരു പാട്ടുണ്ട് പുള്ളിക്കാരന്റെ പാട്ട്, അത് ഞാനൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ ഏക്കാണ് പാടാറ്, റെക്കോർഡിങ്ങിൽ പാടിയിരിക്കുന്നത്. മൂപ്പര് ഇപ്പോഴും ആ ബീക്കാണ് പാടാത്, നല്ല മുകളിലാ പാടാ, നമുക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ പുള്ളിക്കാരൻ ആ പാട്ടിന്റെ ഒരു ഹൈ നല്ലോണം ഉണ്ട് പാട്ടില്. നബിയോ അവിടൊക്കെ മൂപ്പര് വളരെ സിമ്പിൾ ആയിട്ടാ പാടിയിരിക്കുന്നത്. ആസിഫ് അവിടെ കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തിട്ടുണ്ട്. നബിയോ ഇങ്ങനെ പാടുന്നില്ലേ, നബിയോടൊരാ, ഇത്ര സിമ്പിൾ ആയിട്ടാണ് മൂസക്ക പാടിയിരിക്കുന്നത്. ആസിഫ് പാടിയത് മോശം എന്നല്ല അതിന്റെ അർത്ഥം. ആസിഫ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ മൂസക്കാന്റെ ഈ പ്രായത്തിലും അങ്ങനെ പാടുന്ന എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ആസിഫ് വെരി വെരി ഗുഡ്. ബാബുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂസക്കാന്റെ പാട്ട് എടുത്തു പാടാൻ ബുദ്ധിമുട്ടാണ്. ആസിഫ് വളരെയേറെ നന്നായി പാടിയിട്ടുണ്ട്. വെരി വെരി ഗുഡ്.